സ്വന്തം അച്ഛനും അമ്മയും ബന്ധമില്ലാതെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു മകൻ്റെ മകളുടെ അവസ്ഥ. പലരും വയസ്സായവരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുന്നത് പ്രശ്നമാണോ? അതൊരു വലിയൊരു റിട്ടയർമെന്റിന് ശേഷമാണ് ആൾക്കാർക്ക് ഞാനിപ്പോൾ വയസ്സായി പോയി എന്നുള്ളൊരു ചിന്ത വരുന്നത്. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, രാവിലെ ഇവിടെയും പോകാനില്ല, ഒറ്റപ്പെടലിലേക്ക് പോകുന്നു. അതെങ്ങനെ നമുക്ക് മറികടക്കാം? എന്താണ് ജെറിയാട്രിക് സിൻഡ്രോം എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും നമുക്കതെങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ഇനി വരാൻ പോകുന്ന ആ ഒരു സിൽവർ സുനാമി എന്ന് പറയും, പ്രായമായവരുടെ എണ്ണം കൂടി വരുന്നൊരവസ്ഥ. ഒരു റിട്ടയർമെൻ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു ഇനിഷ്യൽ കുറച്ച് ദിവസം ഇനി ഞാൻ റിലാക്സ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീട് പണിയുമ്പോഴും 90-ാം വയസ്സിലും എനിക്കിവിടെ താമസിക്കേണ്ടതാണെന്ന് ആലോചിച്ച് പണിയണം. അമ്മയ്ക്ക് അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ അമ്മ പഴയ പോലെയല്ല. പേഷ്യൻറ്റും പറയും പഴയ പോലെയല്ല. ഇതൊരു ക്ലൂ ആണ്. ജെറിയാട്രിക് ഡിപ്രഷൻ വളരെ വളരെ അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ബട്ട് ആഡിങ് ലൈഫ് ടു ഇയേഴ്സ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുമ്പോൾ പോലും വാർദ്ധക്യത്തെ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട്. വാർദ്ധക്യ അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിഭാഗമാണ് ജെറിയാട്രിക്സ്. എന്താണ് ജെറിയാട്രിക്സ്, എന്തൊക്കെ കാര്യങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി നാം ശ്രദ്ധിക്കണം എന്നൊക്കെ വിശദീകരിക്കുന്നു ഡോക്ടർ അനീഷസ്, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജെറിയാട്രിക്സ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നമസ്കാരം സർ. നമസ്കാരം. ഡോക്ടർ നയന സുനിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് മെഡിക്കൽ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജെറിയാട്രിക്സ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നമസ്കാരം മാം. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ഒന്ന് പറഞ്ഞു തരാമോ, എന്താണ് ജെറിയാട്രിക് മെഡിസിൻ എന്നുള്ളത്? മീൻസ് പീഡിയാട്രിക്സ് എന്ന് കേട്ടിട്ടില്ലേ? കുട്ടികൾക്ക് വേണ്ടിയുള്ള വിഭാഗം അല്ലേ? അതുപോലെ തന്നെ 60 വയസ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗത്തിനെയാണ് നമ്മൾ ജെറിയാട്രിക്സ് അല്ലെങ്കിൽ ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത്. കുട്ടികളിൽ കാണുന്ന അസുഖങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ പ്രായമായവരിൽ കാണുന്ന അസുഖങ്ങൾ, അവർ അതിനോട് പ്രതികരിക്കുന്ന രീതി, അതെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് അവരുടെ പ്രത്യേക ഗ്രൂപ്പാണ്. ഒരു ഓവർഗ്രോൺ അഡൾട്ട് അല്ല ഓൾഡർ അഡൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒരു അഡൾട്ടിൻ്റെ ഒരു ചെറിയ ഫോം അല്ലല്ലോ പീഡിയാട്രിക്സ്. അപ്പം അതാണ്, അതായത് വയോജനങ്ങളുടെ രോഗങ്ങളും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അവരുടെ ഒപ്പം നിന്ന് ചികിത്സിക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത്. മാം, 60 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ ജെറിയാട്രിക്സ് വിഭാഗത്തിൽ വരുന്നത്. പക്ഷെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരും വയോജനങ്ങളാണോ? നല്ല ഉഷാറോട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മമ്മൂട്ടിയൊക്കെ കണ്ടിട്ടില്ല അതുപോലെ. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് 60 വയസ്സിൻ്റെ മുകളിലാണ്. പക്ഷെ അതിൽ തന്നെ 3 വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു കുഴപ്പവും കാണില്ല, അവർ പ്രായത്തിൻ്റേതായ ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം നല്ല ഇതായിട്ട് പോകും, വേറൊന്നുമില്ല. രണ്ടാമത്തത് അസുഖങ്ങളുണ്ട്, മരുന്ന് കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു, അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, തീരെ വയ്യ, ആരെങ്കിലും സഹായം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡെയിലി ആക്ടിവിറ്റീസും ഒക്കെ ആരുടെങ്കിലും ഹെൽപ്പോടുകൂടി ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇവിടെയാണ് ഫങ്ഷണൽ സ്റ്റാറ്റസ്. നമ്മളെപ്പോഴും ജെറിയാട്രിക്സിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഫങ്ഷൻ ഫോർ ആസ് ലോങ് ആസ് പോസിബിൾ ആൻഡ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഫങ്ഷണൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുക, സ്വയം കുളിക്കുക, സ്വയം പല്ല് തേക്കുക, സ്വയം ഡ്രസ്സ് ഇടുക, സ്വയം ഭക്ഷണം കഴിക്കുക, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു 90 വയസ്സുകാരനും ഫിറ്റാണ്. മനസ്സിലായി? അപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ നമ്മൾ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ ഫങ്ഷൻ മാറ്റേഴ്സ്. അവർക്ക് എന്തൊക്കെ സ്വയം ചെയ്യാൻ പറ്റുന്നു അതിനെ ബേസ് ചെയ്തുള്ള ഒരു ചികിത്സയാണ് നമ്മൾ ജെറിയാട്രിക്സിൽ കൊടുക്കുന്നത്. ഓർഗൻ സ്പെസിഫിക് അല്ല, പേഴ്സൺ സെൻറ്റേർഡ് ആണ്. അതായത് ഹാർട്ടിന് ഹാർട്ടിൻ്റെ ഡോക്ടർ, കിഡ്നിക്ക് കിഡ്നിയുടെ ഡോക്ടർ, വയറിന് വയറിൻ്റെ ഡോക്ടർ. പക്ഷേ ജെറിയാട്രിക്സ് രോഗിയെ പൂർണ്ണമായിട്ടും കണ്ട് അവരുടെ ആവശ്യങ്ങൾ നോക്കി പേഴ്സൺ സെൻറ്റേർഡ് കെയർ, അതാണ് ജെറിയാട്രിക്സ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ജെറിയാട്രിക് വിഭാഗം ഇല്ല. ഇപ്പം അമല ഹോസ്പിറ്റലിലാണെങ്കിൽ ജെറിയാട്രിക് വിഭാഗത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഇത്രയധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വയോജനങ്ങൾക്ക്? ജെറിയാട്രിക്സ് ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് ഹാർട്ടിൻ്റെ അസുഖം വരണം നിർബന്ധമൊന്നുമില്ല, വന്നാൽ അയാൾക്ക് കാർഡിയോളജിസ്റ്റിനെ കാണണം. ലിവറിൻ്റെ അസുഖം വന്നാൽ ലിവറിൻ്റെ ഡോക്ടറെ കാണണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രായമാവും. അതെ, ശരിയാ, ഉറപ്പായിട്ടും പ്രായമാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ജെറിയാട്രീഷ്യൻ വേണ്ടി വരും. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കുറവ്, അത് തന്നെയാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ എത്തിക്കുന്നത്. ഇതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ ഈ അടുത്തറിഞ്ഞു, സർക്കാർ പുതിയ ഒരു വയോജന വകുപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവ് വേണ്ടി വരും. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും അപ്പോൾ അത് നമ്മുടെ അമലയിലെ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവുകയും
അത് നമ്മളൊരു പ്രപ്പോസൽ വെക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് ജെറിയാട്രിക്സിന് ഒരു ഇമ്പോർട്ടൻസ് അമലയിൽ വരുന്നത്. പക്ഷേ ഇത് അമലയിൽ മാത്രം നിന്നാൽ പോരാ. ഇത് എല്ലാ ആശുപത്രിയിൽ നിന്നല്ല, ഇത് നമ്മൾ ലൈഫ് കോഴ്സ് എന്നാണ് പറയുന്നത്. നമ്മളൊരു ജനിച്ചു, കൊച്ചു കുട്ടിയായിരുന്നു, പിന്നെ വളർന്ന അഡോളസൻസ് എത്തി, അഡൾട്ടായി, പിന്നെ ഓൾഡർ അഡൾട്ടിലേക്ക് പോവുകയാണ്. ലൈഫ് കോഴ്സ് എന്നാണ് WHO പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ആ ജീവിതയാത്രയിലെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ജെറിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ ചികിത്സിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനും സൊസൈറ്റി റെഡി ആയിട്ടുണ്ടോ എന്നുള്ള ആസ്പെക്റ്റ് നോക്കിയിട്ടാണ് ജെറിയാട്രിക് മെഡിസിൻ ഇമ്പോർട്ടൻസ് വരുന്നത്. മാം, ഈ വയോജനങ്ങളെ നമ്മൾ പറയുന്നത് തന്നെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ്. നമ്മൾ കുട്ടിക്കാലത്തേക്കുള്ള ഒരു കടന്നുപോക്കാണ്, ഒരു തിരിച്ചുപോക്കാണ്. ശരിക്കും എങ്ങനെയാണ് ഈ കുട്ടികളെ പോലെ വാശി പിടിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക? എന്താണ് ശരിക്കും അവർക്ക് പരിചരണം നല്ല രീതിയിൽ ആവശ്യമുണ്ടോ വയോജനങ്ങൾക്ക്? തീർച്ചയായിട്ടും കുട്ടികളെ നോക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ. നമുക്ക് കുട്ടികളുള്ളവർക്കറിയാം അവരുടേതായ ഒരു മൂട്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നതും ഉറക്കുന്നതും ഒക്കെ. ഇതേപോലെ തന്നെയാണ് ഒരു പ്രായമായിട്ടുള്ള ആൾക്കും. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു കാലത്തൊരു വലിയൊരു പൊസിഷനിൽ ഇരുന്നവരാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഡിഗ്നിറ്റി എപ്പോഴും അവർക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊരു പരിചരണം കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ബഹുമാനവും കൂടെ വെച്ചിട്ട് വേണം കൊടുക്കാൻ. അത് കുട്ടികളിൽ നിന്നും ഇച്ചിരി വ്യത്യാസമാണ്. പക്ഷേ അവരുടെ രീതികൾ കുട്ടികളുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു മക്കള് ആ ഒരു അഡൽട്ടിൽ നിൽക്കുന്നവരായിരിക്കുമല്ലോ ഇവരെ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്കൊരു അവർ ആ ഒരു ബഹുമാനവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം പരിചരണം കൊടുക്കാൻ. അതുപോലെ തന്നെ ആ ഒരു ബഹുമാനത്തിൻ്റെ ബേസിസിൽ ഇപ്പോൾ പലരും വയസ്സായവരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കും. അതൊരു വലിയൊരു ഇതാണ്. ചിലർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഉറക്കെ സംസാരിക്കുന്നത് പ്രശ്നമാണോ? ഉറക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം ചിലർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. പക്ഷെ ചിലർക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ ഉറക്കെ പറയുമ്പോൾ അത് അവർക്കൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുക, ഒരു സുഖം തോന്നില്ല. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാ പറഞ്ഞത്, സൊസൈറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാവരും എങ്ങനെയാണ് ഒരു ഓൾഡർ അഡൽട്ടിനെ കെയർ ചെയ്യുന്നത്, ഡോക്ടേഴ്സ് മാത്രമല്ല, ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊച്ചുമോൻ ഒരു അമ്മൂമ്മയോട് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ തമ്മിൽ സംസാരിക്കുന്ന പോലെ അല്ല സംസാരിക്കേണ്ടത്. ഉറക്കെ സംസാരിക്കുന്നതുകൊണ്ട് കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള ആൾ കേൾക്കണം എന്നില്ല. പക്ഷേ നമ്മൾ അലറി വിളിക്കുമ്പോൾ അത് ആക്ച്വലി അവരെ ഒഫൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവൻ എന്തിനായി കിടന്ന് നിലവിളിക്കുന്നതെന്ന് തോന്നാം. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി നിർത്തി സ്ലോയിൽ സംസാരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പലപ്പോഴും ലിപ്പ് റീഡ് ചെയ്താണ് ഇത് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സംസാരം കുറഞ്ഞു വരും. അതായത് അമ്മൂമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് ടോണിലാണോ അവർക്ക് കേൾക്കാൻ പറ്റുന്നത് ആ ടോണിൽ സംസാരിക്കുക എന്നുള്ളത് ഇത് ഒരു സ്കില്ലാണ്. ഇത് പഠിപ്പിക്കേണ്ടി വരും, സ്കൂൾ മുതൽ പഠിപ്പിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ഒരു എൽഡർലി ഗ്രൂപ്പ് കൂടി വരുമ്പോൾ നമുക്ക് അവരെ എല്ലാവരെയും കേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിലെ കാര്യം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇതിന് സോഷ്യൽ എലമെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഓൾഡർ അഡൾട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ഡോക്ടർ സംസാരിക്കുമ്പോഴും ഡോക്ടറിന് ഇതറിയണം, നേഴ്സ് സംസാരിക്കുമ്പോൾ അറിയണം, മകൻ സംസാരിക്കുമ്പോൾ അറിയണം, കൊച്ചുമകൻ സംസാരിക്കുമ്പോൾ അറിയണം. അപ്പം അതാണ് ഈ പരിചരണം വ്യത്യസ്തമാക്കുന്നത്. ഈ ബഹുമാനം നമ്മൾ പ്രായമായവർക്കും കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ പ്രായമായവരെ ഒരു മൂലക്കിരുത്തുക എന്നുള്ള ഒരു കണ്ടുവരുന്നുണ്ട് പല പ്രവണതകൾ. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ പ്രായമായവർക്ക് നേരെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ ഇവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിന്? അതെ, അത് ഒഴിവാക്കണം എന്ന് പറയാൻ പറയും. ഇതൊരു ലൈഫ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഏജീസം എന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ സയൻറ്റിഫിക് ടേം. ഏജീസം എന്ന് പറയും. പ്രായമായതുകൊണ്ട് ഇപ്പം ഒരു 80 ഇയർ ഓൾഡ് എൻ്റെ ഒപ്പിയിൽ ഇരിക്കുമ്പോൾ ഇത് 80 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ജീവിതം 80 വർഷം കണ്ട ഒരാളാണ്. അയാളുടെ തന്നെ മേഖലയിൽ വളരെ ഉന്നതിയിലിരുന്ന ആളായിരിക്കാം. അപ്പം ആളെ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ പ്രായമായവരും ഒരുപോലെയാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ഏജിസം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ അറിഞ്ഞ് ഇപ്പോൾ ചികിത്സ കൊടുക്കുമ്പോഴാണെങ്കിലും ആ വ്യക്തിയെ അറിഞ്ഞ് ചികിത്സിക്കുക, അവരോട് പെരുമാറുമ്പോഴാണെങ്കിലും ആ വ്യക്തിയെ അറിഞ്ഞ് പെരുമാറുക എന്ന് പറയും. അപ്പോഴാണ് നമ്മളൊരു ഡിഗ്നിറ്റി കൊടുക്കുന്നത്, ഡിഗ്നിഫൈഡ് ലൈഫ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ബട്ട് ആഡിങ് ലൈഫ് ടു ഇയേഴ്സ്. സാർ, ഈ പൊതുവേ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ആൾക്കാർക്ക് ഞാനിപ്പോൾ വയസ്സായി പോയി എന്നുള്ളൊരു ചിന്ത വരുന്നത്. കാരണം അവരെന്നും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, രാവിലെ ഇവിടെയും പോകാനില്ല. അപ്പോൾ ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്നു. അതെങ്ങനെ നമുക്ക് മറികടക്കാം? വളരെ ശരിയായൊരു ഒബ്സർവേഷനാണ്. അത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ആൾ വലിയ പുലിയായിരുന്നു, പക്ഷെ റിട്ടയർമെൻറ്റിന് ശേഷം ആകെ ഡൗൺ ആയിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഹാവിങ് പർപ്പസ് ഇൻ ലൈഫ് എന്ന് പറയും. എന്താണ് നമ്മളെ എന്നും രാവിലെ എണീക്കാൻ പ്രേരിപ്പിക്കുന്നത്?
അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് വരെ ഡെയിലി ഒരു റുട്ടീൻ ഉണ്ടാവുകയും എന്നും പോകാനൊരു സ്ഥലമുണ്ടാവുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആ ഒരു 60 വയസ്സിന് ശേഷമുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഈ ലോൺലിനെസ് ഉണ്ടാവുന്നത്. ലോൺലിനെസ് ഒരു സൈലൻ്റ് എപ്പിഡമിക്കാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പല പല വീടുകളിലും വലിയ മണിമാടികളിൽ അച്ഛനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ ഉണ്ട്. ചിലപ്പോൾ സെർവൻ്റേ ഉണ്ടാവുള്ളൂ. ഒരു കെയർ ടേക്കർ ഉണ്ടാവും, മക്കള് വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യായിരിക്കാം. അപ്പോൾ ഹാവിങ് എ പർപ്പസ് ഇൻ ലൈഫ്, എന്താണ് ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്ലാനിങ് പലപ്പോഴും ഇത് ദൂരീകരിക്കാൻ സഹായിക്കും. 2, റിട്ടയർ ആയി കഴിഞ്ഞ് പ്രായമായി അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്നും വിചാരിച്ച് വീട്ടിലിരിക്കാം. പ്രായമാവുമ്പോൾ നമുക്ക് നോർമൽ ഏജിൻ്റെ പാർട്ടായിട്ട് വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ എല്ലാം നോർമൽ ഏജിൻ്റെ പാർട്ടല്ല. അത് തിരിച്ചറിയുക എന്ന് പറയും. ജെറിയാട്രിക് സിൻഡ്രോംസ് എന്ന് പറയും. മാം, അപ്പോൾ എന്താണ് ജെറിയാട്രിക് സിൻഡ്രോം എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും? നമുക്കത് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ജെറിയാട്രിക് സിൻഡ്രോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മറവി ഉണ്ടാവാം, വീഴ്ചകളുണ്ടാവാം, പൊതുവേ ഉള്ള ഒരു ഓവറോൾ നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ തന്നെ നമ്മൾ ആകെ അങ്ങ് ഡൗൺ ആയി പോകുന്ന ഒരു ഇതുണ്ടാവാം, ഫ്രെയിലിറ്റി ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഒന്നായിട്ടായിരിക്കില്ല വരിക, ഇതെല്ലാം കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടായിരിക്കും പ്രായമായവർക്ക് വരുന്നത്. പിന്നെ പോളിഫാർമസി, ഒരു പ്രായമായ ഒരാൾക്ക് പല അസുഖങ്ങളുണ്ടാവാം, പല മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. അപ്പോൾ 5-ൽ കൂടുതൽ മരുന്ന് സ്ഥിരം കഴിക്കുന്നതിനാണ് പോളിഫാർമസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ കൊണ്ടുള്ള പ്രശ്നം, കൂടുതൽ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വരാം, മൂത്രം നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട് വരാം, നേരത്തെ പറഞ്ഞ വീഴ്ചകളുണ്ടാവാം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, ഫങ്ഷണൽ ഡിക്ലൈൻ, പിന്നെ വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, ഇതെല്ലാം ഒരു വ്യക്തിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കിടക്കുന്നതാണ്. അപ്പം അതാണ് ഈ ജെറിയാട്രിക്സിൽ വരുന്നത്. കെയർ കോർഡിനേഷനാണ്. ഇവർ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പല അവയവങ്ങളും ചേർന്ന ഒരാളാണല്ലോ, പക്ഷേ മൊത്തത്തിൽ അയാളൊരു മനുഷ്യനല്ലേ. അപ്പോൾ അയാളെ മനുഷ്യനായി കണ്ട് അയാൾക്ക് വേണ്ട അവളുടെ പ്രയോറിറ്റീസും വ്യത്യസ്തമാണ്. ആ കെയർ കോർഡിനേറ്ററിൻ്റെ ഒരു റോളും കൂടെ ജെറിയാട്രീഷന് വരുന്നുണ്ട്. പ്രായമായവരിൽ കണ്ടുവരുന്നതാണ് മറവി രോഗം. എല്ലാ മറവിയും അൽഷിമേഴ്സ് ആണോ? ഇതൊരു വാലിഡ് സംശയമാണ്. അതായത് എനിക്ക് പ്രായമായി മറന്നു പോകുന്നുണ്ട്. ബിൻഷ മറക്കാറില്ലേ? ഇടയ്ക്ക് താക്കോല് വെച്ച് മറക്കാറുണ്ട്, സാധനങ്ങൾ വെച്ച് മറക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് മറക്കുക എന്നുള്ളത് നോർമൽ പാർട്ട് ഓഫ് ഏജിങ് ആവാം. പക്ഷേ വീട്ടിലേക്കുള്ള വഴി മറന്നു പോവുക, സ്വന്തം റൂം മറന്നു പോവുക, വീട് അടയ്ക്കാൻ മറന്നു പോവുക, ഗ്യാസ് ഓഫ് ചെയ്യാതിരിക്കുക, അങ്ങനെ നമ്മൾക്ക് അപകടം വരുന്ന രീതിയിലുള്ള മറവികൾ, അതാണെങ്കിൽ അത് ഒരു സാധാരണ മറവിയല്ല. അത് ഡിമെൻഷ്യയുടെ ലക്ഷണമാവാം. പക്ഷേ എല്ലാ ഡിമെൻഷ്യയും അൽഷീമേഴ്സ് അല്ല. പലതരം ഡിമെൻഷ്യകളുണ്ട്. അപ്പോൾ എപ്പോഴും ഡിമെൻഷ്യ മറവിയായിട്ട് തന്നെ വരണമെന്നില്ല. പേഴ്സണാലിറ്റി ചേഞ്ചസ്, അതായത് വളരെ സൈലൻ്റായിട്ടും വളരെ പ്ലസൻ്റായിട്ടും ഇരുന്ന ടീച്ചറായിരുന്നു, പക്ഷേ ഈ അടുത്തായിട്ട് ഭയങ്കര ദേഷ്യം, വല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ചിലപ്പോൾ ഡിമെൻഷ്യയുടെ ലക്ഷണമാവാം. അപ്പോൾ ഇത് അഗൈൻ നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി വരുംതോറും ഡിമെൻഷ്യയുടെ ഇൻസിഡൻസും കൂടി വരികയാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ്. അപ്പം ഡിമെൻഷ്യ ഒരു മേജർ ജെറിയാട്രിക് സിൻഡ്രോമാണ്. അപ്പം നമുക്ക് നേരത്തെ അത് തിരിച്ചറിയാൻ പറ്റുമോ? ഏതൊക്കെ ഏജിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മറവി രോഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്? അതായത് ചുറ്റുമുള്ളവരാണ് അത് തിരിച്ചറിയാൻ പോകുന്നത്, രോഗി ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു പ്രായമായ ഒരാൾക്ക് പെരുമാറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള മറവി വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു ജെറിയാട്രീഷ്യനെ കാണേണ്ടതാണ്. അവരിങ്ങനെ എഴുതിയിടും അല്ലെ, കുറിച്ചിടും, ഇങ്ങനെ ഇന്നലെ എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കാനായിട്ട്. നമ്മളുടെ ഒ പിയിലൊക്കെ സ്ഥിരം വരുമ്പോൾ വരുന്ന ഒരിതാണ്, അച്ഛനും അമ്മേനെയും കൊണ്ടുവരുന്ന മക്കൾക്കായിരിക്കും കൂടുതലും പറയാനുള്ളത്. അച്ഛനും അമ്മയ്ക്കും പറയും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇവൻ എന്നെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ വന്നതാ എന്ന് പറയാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവരെ അത്ര റിയലൈസ് ചെയ്യണം എന്നില്ല, അവരതിൻ്റെ ഒരു ഇതറിയണില്ല. പക്ഷെ മക്കൾക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് മക്കൾക്ക് മനസ്സിലാവുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒരു ആദ്യത്തെ ഇനീഷ്യൽ ലക്ഷണങ്ങളാണ്. മിക്കവരും അത് പ്രായമായതിൻ്റെ ആണ് എന്നും പറഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ പോട്ടെ അത് വയസ്സാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു ഭയങ്കര നിസ്സാരമായിട്ട് കാണും. പക്ഷെ അത് അപ്പോഴേ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണത്. പിന്നെ ഡിമെൻഷ്യ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾ കൊണ്ടുവരുന്ന പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ചില ഡിമെൻഷ്യകൾ മാറ്റാൻ പറ്റുന്നതുമുണ്ട്.
പക്ഷേ ഡെലിറിയം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഇത് രണ്ടും നമ്മൾ അറിയണം. പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ, പെട്ടെന്നുണ്ടാവുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, ബന്ധമില്ലാതെ സംസാരിക്കുക, എവിടാന്നറിയാതിരിക്കുക, ഇപ്പോൾ സോഡിയം കുറയുമ്പോൾ ഉണ്ടാവുന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത് ഡെലിറിയമാണ്, അത് ഡിമെൻഷ്യ അല്ല. ഡെലിറിയം ഒരു എമർജൻസിയാണ്, അതൊരു ഗുരുതരായിട്ടുള്ള ഗുരുതരായ അവസ്ഥയാണ്. പക്ഷേ പലപ്പോഴും അത് ഡിമെൻഷ്യ ആണെന്ന് തെറ്റിദ്ധരിക്കാം. അതായത് ഇപ്പം ഇൻഫെക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ സോഡിയം കുറയുമ്പോഴോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഡെലിറിയം പ്രിസിപ്പിറ്റേറ്റഡ് ആവാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ബഹളം വെക്കുന്നു, ഷീറ്റ് വലിച്ചൂരുന്നു, ഇറങ്ങി ഓടാൻ നോക്കും. ഇത് ഡെലിറിയമാണ്, അത് ഡിമെൻഷ്യ അല്ല. പക്ഷേ ഡിമെൻഷ്യ ഉള്ളവരിൽ ഡെലിറിയം വരാം. അപ്പം ഈ ഒരു തിരിച്ചറിവ് സൊസൈറ്റിക്ക് ഉണ്ടാവണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൂടെയുള്ളവരാണ് ഇത് അറിയാൻ പോകുന്നത്. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കാണും, പക്ഷേ നമ്മളിലേക്ക് എത്തുന്നതിന് മുന്നേ കൂടെയുള്ളവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഡെലിറിയം അതുപോലെ വളരെ ഡിസ്ട്രെസ്ഫുൾ ഒരു സിറ്റുവേഷനാണ്. കാരണം സ്വന്തം അച്ഛനും അമ്മയും ബന്ധമില്ലാതെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു മകൻ്റെ മകളുടെ അവസ്ഥ. അപ്പോൾ അപ്പോൾ അതാ പറയുക, കുറേ ഭാഗങ്ങൾ ഉണ്ട് ജെറിയാട്രിക്സിൽ പൊതുവേ നമുക്കറിയാത്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ജെറിയാട്രിക്സ് വിഭാഗത്തിന്റെ കീഴിൽ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത്, ഈ ഡെലിറിയം ഇതൊക്കെ. അല്ല, ഡെലിറിയം ഒക്കെ പലപ്പോഴും മെഡിസിനിലോ ന്യൂറോളജിയിലോ ഒക്കെ വരും. പക്ഷേ ഒരു ഭാഗത്തല്ല പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ഓൾഡർ അഡൾട്ടിന്. ഇപ്പോൾ ഡെലിറിയം ഒരു പ്രസൻറ്റേഷൻ മാത്രമാവാം. ഇപ്പം പ്രായമായവരിലെ അസുഖങ്ങളുടെ പ്രസൻറ്റേഷനും വ്യത്യാസമുണ്ട്. അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പനി ഉണ്ടാവണമെന്നില്ല, അവർക്ക് അറ്റാക്ക് വരുമ്പോൾ ചിലപ്പോൾ നെഞ്ചുവേദന ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കൺഫ്യൂഷനായിട്ടായിരിക്കും വരുന്നത്, അതായത് ഡെലിറിയം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കും, പക്ഷേ ബേസിക്കലി ഇതായിരിക്കും കുഴപ്പം. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് കോംപ്ലക്സ് ആണ് അവരുടെ പ്രസൻറ്റേഷൻസ്. അപ്പോൾ ആ കോംപ്ലക്സ് പ്രസൻറ്റേഷൻസ് അറിഞ്ഞിരിക്കുകയും അതിനെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യണം. അത് എല്ലാവരും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക്, അതായത് സൊസൈറ്റിയിൽ കൂടെയുള്ളവർ അറിഞ്ഞിരിക്കണം, ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പം ഒരു ജെറിയാട്രിക് എഡ്യൂക്കേഷൻ്റെ കുറവ് ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, നമ്മുടെ കരിക്കുലത്തിലുണ്ട്. ഇത് തുടങ്ങേണ്ട സ്കൂൾ തലത്തിൽ മുതൽ തുടങ്ങിയാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ആ ഒരു സിൽവർ സുനാമി എന്ന് പറയും, നമ്മളുടെ പ്രായമായവരുടെ എണ്ണം കൂടി വരുന്നൊരവസ്ഥ പല ഡെവലപ്ഡ് നേഷൻസും ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മുടെ ലെവലിൽ നിന്ന്, നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന്, കാരണം ഒരു ഡെവലപ്ഡ് നേഷൻ പോലെ അല്ലല്ലോ നമ്മളിപ്പം ഇന്ത്യയിൽ നോക്കുമ്പോൾ, എങ്ങനെ പ്രാക്ടിക്കലി അതിനെ സോൾവ് ചെയ്യാം, അതിനുള്ള സ്ട്രാറ്റജീസ് വേണ്ടി വരും. ഇപ്പോൾ ഈ പറയുന്ന വയോജന വകുപ്പും എല്ലാം അത് അങ്ങനെയുള്ള ചിന്തയിൽ നിന്നുണ്ടായതായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രായമായവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ നമ്മുടെ സമൂഹത്തിൽ? ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ എപ്പോഴും പറയും 50 വയസ്സിന് ശേഷമാണ് അവരുടെ ഒരു കഴിവ് മൊത്തം പുറത്ത് വരുന്നതെന്നൊക്കെ. അപ്പോൾ അവർക്കും നമ്മുടെ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായും. ഈ 60 വയസ്സ് എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഏജ്, അത് നമ്മൾ ഫിക്സ് ചെയ്തതല്ലേ. അത് പണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി കുറവായിരുന്ന കാലത്ത് ഫിക്സ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവർ ഫങ്ഷണലി ഫിറ്റാണ്, കോഗ്നിറ്റീവ്ലി ഫിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ കണ്ടിന്യൂ ടു വർക്ക്. പക്ഷേ അതിൽ കുറേ സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പല ഇഷ്യൂസും വരും. ഡോക്ടേഴ്സിന് കുഴപ്പമില്ല അല്ലേ? അങ്ങനെയല്ല, പൊതുവേ നമുക്കിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, നമ്മൾ ഒരു 60 വയസ്സിന് മേലെ ജോലി ചെയ്യുന്നവർ, അതായത് ഏത് മേഖലയിലും ആയിക്കോട്ടെ, അപ്പോൾ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ്സിനൊന്നും റിട്ടയർമെൻറ്റ് ഏജ് ഇല്ലല്ലോ, അപ്പോൾ അവരുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഡെയിലി രാവിലെ എണീറ്റ് ഡ്രസ്സ് ചെയ്ത് പോകാനുള്ള സ്ഥലമുണ്ട്. കാരണം അവർക്ക് അന്നന്ന് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, മറ്റന്നാളത്തേക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്സ് ഉണ്ടാവും. അങ്ങനെ ഉള്ളപ്പോൾ അവരുടെ മൈൻഡും അവരുടെ ബോഡിയും കുറച്ചുകൂടി ആക്റ്റീവാണ്. പക്ഷേ ഒരു റിട്ടയർമെൻ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇന്നത്തോടെ ഇനി വിശ്രമ ജീവിതമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യത്തെ ഒരു ഇനിഷ്യൽ കുറച്ച് ദിവസം ഇനി ഞാൻ റിലാക്സ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ ഒരു ഇത് തോന്നും. അപ്പോൾ അവരുടെ പർപ്പസ് ഓഫ് ലൈഫ് പോയി. അപ്പോൾ പ്രായമായവർക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോലി ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവരുടെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് സ്റ്റിൽ ആക്റ്റീവായിട്ടിരിക്കും. സിൽവർ ഇക്കോണമി, അതായത് ഇവരെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ അവരുടെ കഴിവുകൾ, സ്കിൽസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് സിൽവർ ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതും എല്ലാം വേണ്ടി വരും. അതിനൊക്കെ അതായത് ഇതൊരു ഓപ്ഷൻ അല്ല, ഇതൊരു സോഷ്യൽ നെസസിറ്റിയാണ്. അതുപോലെ തന്നെ മാം, ഈ പ്രായമായവരുടെ വീഴ്ച, നല്ല രീതിയിൽ നടന്നവർ പെട്ടെന്നുണ്ടാകുന്ന ഗുരുതര വീഴ്ചകളാണ് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്തൊക്കെ ശ്രദ്ധിക്കണം? വീടുകളിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണോ? നമുക്ക് വീഴ്ച എന്ന് പറയുന്നതാണ് പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നം. അപ്പം ഒരിക്കൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക്
എപ്പോഴും ഒരു പേടിയുണ്ടാവും നടക്കാനായിട്ട്. അതിനെ ഫിയർ ഓഫ് ഫാൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫിയർ ഓഫ് ഫാൾ എന്നുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നടക്കുമ്പോൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല, കോൺഷ്യസ് ആവാറില്ല. പക്ഷെ കോൺഷ്യസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ എന്തോരം ആലോചിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ഒരു തട്ടലോ അല്ലെങ്കിൽ ചെറിയ ഒരു സ്ലിപ്പാവുന്നതോ ഒക്കെ അയാളെ വീഴാനായിട്ട് ഒരു അവസരം ഒരുക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ വീഴുന്നത് നോർമലല്ല. ഒരു പ്രായമായ ഒരാൾ വിൻഷ വീഴാറുണ്ടോ? വീഴാറില്ല, ചെറുപ്പത്തിലൊക്കെ വീഴും, ഇപ്പൊ വീണിട്ടുണ്ട്. ഇല്ല. പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും അതെങ്ങനെ സ്ക്രീൻ ചെയ്യാൻ പറ്റും? അത് ഫോൾസ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയും. ചെറിയായിട്ട് കോപ്പിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഫോൾസ് റിസ്ക് അസസ്മെന്റ്. ഒരാൾ വീഴാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? പലപ്പോഴും കിട്ടുന്ന ഉത്തരം വീണു പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാത്തിടത്തോളം നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. കാരണം 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാന്നുള്ളത്. പല കാരണം കൊണ്ട് നമ്മൾ വീഴാം. ഇപ്പോൾ ചില അസുഖങ്ങളുള്ളവർക്ക് വീഴ്ചകൾ കൂടും. ഇപ്പോൾ സ്ട്രോക്ക് വന്നവർക്ക് വീഴ്ച കൂടുതലായിരിക്കാം, ഡിമെൻഷ്യ ഉള്ളവർക്ക് വീഴ്ച കൂടുതലായിരിക്കാം, പാർക്കിൻസോണിസം പോലുള്ള അസുഖമുള്ളവർക്ക് വീഴ്ച കൂടുതലായിരിക്കാം. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ BP കുറയുമ്പോൾ വീഴ്ച ഉണ്ടാവാം. അപ്പോൾ മരുന്നിൻ്റെ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫുട്വെയർ, അവരുടെ ഫിറ്റിംഗ് അല്ലാത്ത ഫുട്വെയർ ആയിരിക്കും ചിലപ്പോൾ അവർ ധരിക്കുന്നത്. അത് കാരണം വീഴാം. മുട്ടിന് തേയ്മാനം ഉണ്ടെങ്കിൽ വീഴാം. അപ്പോൾ ഈ വീഴ്ചകൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞല്ലോ. വീട്ടിൽ ഇപ്പോൾ ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ ബാത്റൂമിൽ ഹാൻഡ് റെയിൽസ് ഉണ്ടാവണം. രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ കൂടുതൽ പോകുന്നവർക്ക് നൈറ്റ് ലാമ്പ് ഉണ്ടാവണം. കാരണം അവർക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യതകൾ കൂടും. പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുന്നത് ബാത്റൂംസിലാണ്. അപ്പോൾ ടോയ്ലറ്റ് ഫോൾ സേഫ് ആവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത് എഗൈൻ നമ്മൾ വീട്ടിലെത്തി, ആശുപത്രി നേരെ വീട്ടിലേക്ക് എത്തി. പ്രത്യേകിച്ച് രാത്രി മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു ടൈമിലാണ് മിക്കപ്പോഴും ഒരു വീഴ്ച വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ OP-ലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ലാമ്പ്സും ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള എല്ലിന് ബലക്ഷയം ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് സമയത്ത് ചികിത്സിക്കുക. അപ്പോൾ പ്രായമായതുകൊണ്ട് മാത്രം വീഴ്ചകൾ ഉണ്ടാവുന്നു എന്നൊരു സംഭവം ഇല്ല. പ്രായമായ എല്ലാവരും വീഴുന്നതാണ് നമ്മൾ സർവ്വസാധാരണയായിട്ട് കാണുന്നത്. ഇപ്പം മഴക്കാലമൊക്കെയാണ്, ഇനിയിപ്പം നന്നായിട്ട് അത്തരം വീഴ്ചകളൊക്കെ തെന്നി വീഴുന്ന ഒരുപാട് കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഴ്ച തടയുക എന്നുള്ളതാണ്. എഗെയിൻ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മളൊരാൾ വീണ് കഴിഞ്ഞ് ഫ്രാക്ചർ ആയി കഴിയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, സർജറി ആയി, അതിൻ്റെ റീഹാബിലിറ്റേഷനായി, പിന്നെ അവരുടെ ബേസിക് ഫ്രെയിൽറ്റി ഫാക്ടർ അനുസരിച്ചിരിക്കും അവർ വീണ്ടും നടക്കുകയോ ഇല്ലേ എന്നുള്ളത്. നടന്നില്ലെങ്കിൽ കിടപ്പായി. അപ്പോൾ പിന്നെ അവരെ നോക്കാൻ ആൾ നിൽക്കേണ്ടി വരും. ആ നിൽക്കുന്നയാളുടെ ജോലി ഇപ്പം ഇൻഫോർമൽ കെയർ ഗിവർ ആണെങ്കിൽ, അതായത് വീട്ടിലൊരാൾ തന്നെയാണ് നിൽക്കുന്നത്, അയാൾക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഇൻ്റർട്വൈൻഡ് ആയിട്ട് കിടക്കുകയാണ്, ഒരു ചെയിനാണ്. അതെ, അപ്പൊ വീഴാതെ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും. ചെറിയൊരു വീഴ്ചയാണ് വീണേന്ന് പറയും, പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഫ്രാക്ചർ, സർജറി ഏജ് ഫ്രണ്ട്ലി എൻവയറമെൻ്റ് എന്ന് പറയും. അതായത് ഹെൽത്തി ഏജിങ് അറ്റ് പ്ലേസ്, ഹെൽത്തി ഏജിങ് അറ്റ് സ്വന്തം വീട്ടിൽ. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? അപ്പോൾ വീട് പണിയുമ്പോഴും 90-ആം വയസ്സിലും എനിക്കിവിടെ താമസിക്കേണ്ടതാണെന്ന് ആലോചിച്ച് പണിയണം. അങ്ങനെ പണിയാണ്. അപ്പൊ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഏജ് ആകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ കൂടെ തന്നെ നിൽക്കണം, അങ്ങനെ മക്കൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നല്ല, മക്കളായിരിക്കും ചിലപ്പോൾ നേരത്തെ തിരിച്ചറിയുന്നത് കൂടെ ഉണ്ടെങ്കിൽ. ദൂരെയാണെങ്കിൽ കെയർ ടേക്കർ ആയിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. അതായത് ഈ മറവി സംഭവിക്കുന്നുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ വീഴാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടപ്പ് സ്ലോ ആയിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നത് സ്ലോ ആയിട്ടുണ്ട്, മൂത്രമറിയാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നുകൾ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ മറവിയും കുറേ മരുന്നുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർ തന്നെയാണ് മരുന്ന് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 2 പ്രാവശ്യം കഴിച്ചെന്ന് വരാം, കഴിക്കാൻ മറന്നുപോയെന്ന് വരാം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. അവർ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ 1 മാസത്തേക്ക് അച്ഛന് വാങ്ങിച്ചു കൊടുത്തു, 1 മാസം കഴിയുമ്പോൾ 15 ദിവസത്തെ മരുന്ന് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 15 ദിവസം കഴിച്ചില്ല എന്നല്ലേ? അങ്ങനെ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. 2 വെച്ച് കഴിക്കും. അപ്പം ഒരു മാസത്തേക്ക് കഴിക്കുന്ന മരുന്ന് ചിലത് 15 ദിവസത്തിൽ തീർന്നു, ചിലത് 45 ദിവസമായിട്ട് തീർന്നില്ല. മക്കൾക്ക് അങ്ങനെ അഡ്വൈസ് കൊടുക്കാറുണ്ടോ? അതായത് മക്കൾക്ക് അഡ്വൈസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അവരൊരു പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സൊസൈറ്റിയിലോട്ട് എത്തണമെന്ന് ഞാൻ പറയുന്നത്. പൊതുവായി ജെറിയാട്രിക്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് സൊസൈറ്റിയിൽ വരേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും അച്ഛനമ്മയും മക്കളുണ്ടല്ലോ. അപ്പം മക്കൾ മാത്രമല്ല, കൊച്ചുമക്കൾ പറയണം. കാരണം നാളെ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവസ്ഥ വരുമ്പോൾ, അപ്പോൾ നമ്മളെല്ലാവരും പൊതുവായി ഇതിനെപ്പറ്റി അവെയർ ആവുമ്പോൾ വി ബിക്കം എൻ ഏജ് ഫ്രണ്ട്ലി സൊസൈറ്റി, ഏജ് ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി. ഒരു ടാബ്ലറ്റ്സ് ഇല്ലാതെ നമുക്ക് വാർദ്ധക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ സന്ധിവേദന, എല്ല് തേയ്മാനം, ഇതൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഉറപ്പായിട്ടും 1-2 ഗുളികകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലേ വാർദ്ധക്യത്തിൽ? നിർബന്ധമില്ല.
അതായത് ഈ ഗുളികകൾ അഗൈൻ നമ്മുടെ ഒ.പിയിൽ വരുമ്പോൾ പലപ്പോഴും ഈ പോളിഫാർമസി ഇപ്പം ജെറിയാട്രിക്സിനെ കുറിച്ച് കേട്ടിട്ട് ആൾക്കാർ വരുമ്പോൾ പോളിഫാർമസി ഇപ്പോൾ ഈ മരുന്നൊന്ന് കുറച്ച് തരുമോ ഡോക്ടറെ എന്ന് പറഞ്ഞാണ് വരുന്നത്. കുറേ മരുന്നുകളുണ്ട്. 4 ഡോക്ടർമാരെ കാണുന്നുണ്ട്. 4 പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്. ചില മരുന്നുകൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ മരുന്നുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മെഡിസിൻ റിക്കൺസിലിയേഷൻ എന്ന് പറയും. എല്ലാം കൂടെ ഒറ്റ പ്രിസ്ക്രിപ്ഷനാക്കി വേണ്ട മരുന്നുകളാക്കി ആ സ്പെഷ്യലിസ്റ്റുമായിട്ട് സംസാരിച്ച് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അപ്പം സ്പെഷ്യലിസ്റ്റുകൾ വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പോൾ വേറെ പരാതി വളരെ തിരക്കാണ്. ഒ.പികളിൽ തിരക്കാണ്. അപ്പോൾ വേഗം വേഗം മരുന്നെഴുതി പോകേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരാൾ മറ്റൊരാളുടെ മരുന്നുകൾ അറിയാതെ പോകാം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് മെഡിസിൻ റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസുഖത്തിന് മരുന്ന് വേണം. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ട് പ്രായമാവാതൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ കുറേ മൾട്ടി വൈറ്റമിൻ കഴിക്കുന്നത് കൊണ്ട് ക്ഷീണം മാറത്തൊന്നുമില്ല. പക്ഷേ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മരുന്ന് അപ്പോൾ ഏത് അസുഖമാണ് അതിന് വേണ്ട മരുന്ന് പക്ഷേ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരുമുണ്ട്. വേറൊരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. അസുഖങ്ങളൊന്നുമില്ല. കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ അമ്മ പഴയ പോലെ അല്ല. പേഷ്യൻറ്റും പറയും പഴയ പോലെ അല്ല. ഇതൊരു ക്ലൂ ആണ്. ഇതിനെയാണ് നമ്മൾ ഫ്രെയിൽറ്റി എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും? ഫ്രെയിൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു പുതിയ ഇഷ്യൂസ് ഉണ്ടാകും. പനിയായിരിക്കാം, സ്ട്രെസ്സേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനെ കോമ്പാറ്റ് ചെയ്യാനുള്ള നമ്മുടെ റിസർവാണ്. ആ റിസർവ് കുറഞ്ഞിരിക്കുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ പോലും ഇപ്പം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടിരുന്നു. പ്രായമായവരിൽ കോവിഡ് വരുമ്പോൾ അത് കൂടുതൽ സീരിയസ് ആവുകയും ചെറുപ്പക്കാർക്ക് അത്ര കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യുന്ന സമയം. അതെന്ന് വെച്ചാൽ ഫ്രെയിൽ ആയതുകൊണ്ടാണ്. പക്ഷെ പുറമേ അതിനൊരു അസുഖമായിട്ട് കാണുന്നില്ല. ഷുഗറോ പ്രഷറോ പോലെ ഒരു മരുന്ന് കൊടുക്കുന്ന പേരുള്ള അസുഖമല്ല. പക്ഷെ ഫ്രെയിൽറ്റി ഇപ്പോൾ മസിൽ ലോസ് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഭക്ഷണം നമ്മൾ കുട്ടികളുടെ പോഷകത്തിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അല്ലേ, അവർക്ക് പോഷകാഹാരം വേണം. ഇതേപോലെ തന്നെയല്ലേ വയോജനങ്ങൾക്കും വേണം. വിശപ്പ് കുറവായതുകൊണ്ട് കുറച്ചേ കഴിക്കുകയുള്ളൂ. കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് മസിലുണ്ടാവില്ല, അതിൽ പ്രോട്ടീൻ ഇല്ല. അപ്പോൾ അവരുടെ ഡയറ്റ് ആവശ്യത്തിനുള്ളതുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പല്ലുണ്ടാവില്ല, അപ്പോൾ ചിലപ്പോൾ ചവച്ചരയ്ക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ ഒരു കൂർത്ത പല്ല് അവിടെ ഇരിക്കുന്ന കാരണം വേദന കാരണം കഴിക്കാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും നോക്കേണ്ടി വരും. അതിന് സമയം വേണ്ടി വരും. അപ്പം സമയമെടുത്ത് നോക്കി അപ്പോൾ മരുന്ന് കൊണ്ട് അസുഖങ്ങൾ മാറുന്നല്ല. പക്ഷെ മരുന്ന് അസുഖമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് വേണം. പ്രഷർ ഉള്ളവരാണ് അതിനുള്ള മരുന്ന് വേണം. പക്ഷെ മരുന്നാണ് ജീവിതമെന്ന് കണ്ടാൽ പലപ്പോഴും ഈ നമ്പേഴ്സിൽ ജീവിച്ചു തുടങ്ങും അല്ലേ. ഷുഗറിൻ്റെ ഇത്ര ലെവല്, ക്രിയാറ്റിൻ ഇത്ര ലെവല്, ഇതെല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു മെൻഷനിലാണല്ലോ. അപ്പോൾ അതാ പറഞ്ഞത് ജെറിയാട്രിക്സിലെ അപ്രോച്ച് പേഴ്സൺ സെൻറ്റേർഡ് ആണ്, ഓർഗൻ സെൻറ്റേർഡ് അല്ല. മരുന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, ഒന്നോ രണ്ടോ മരുന്നില്ലാത്തവരുണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. മരുന്നില്ലാതെ കുഴപ്പമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. മരുന്നൊന്നും ഇല്ല, എനിക്കിപ്പോൾ വേറെ അസുഖമൊന്നും ഇല്ല. എന്തെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ, ഒ.പി വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, സ്ഥിരമായി കഴിക്കുന്ന ഏതൊക്കെ മരുന്നുകളാണ്? സ്ഥിരമായിട്ട് ഞാൻ ഒന്നും കഴിക്കുന്നില്ല. പിന്നെ വല്ലപ്പോഴേക്കും ഒരു കാൽഷ്യം കഴിക്കും, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ കാൽഷ്യമൊക്കെ കഴിക്കാം, അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കഴിക്കാം, ഇല്ലെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫെയിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറയും ഇപ്പം വേറെ മരുന്നൊന്നും കഴിക്കണില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു കുഴപ്പം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രീഷൻ, ഭക്ഷണം മതി. നല്ല ഭക്ഷണം തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ല മരുന്ന്. ഭക്ഷണം അവർ കഴിക്കാതിരിക്കും. പ്രായമായവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ആരോഗ്യം നന്നായിട്ട് നഷ്ടപ്പെടുന്നത്. അവർക്ക് മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റാത്ത. എന്തൊക്കെയാണ് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കണം. അതേ പ്രായമായില്ലേ ഒന്നും കഴിക്കില്ല എന്നുള്ളതൊരു മിഥ്യാധാരണയാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ ചില മരുന്നുകൾ കൊണ്ടുള്ള വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും. കാരണം ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നതിന് വ്യത്യാസം വരും, വിശപ്പ് മനസ്സിലാവുന്നതിന് വ്യത്യാസം വരും, ദാഹം, ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു ഇത് സെൻറ്ററിന് കുറച്ചൊരു ഒരു ഡിപ്പ് വരും. അതായത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, പക്ഷേ അപ്പച്ചൻ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, ഒന്നിനും ടേസ്റ്റ് ഇല്ല എന്ന് പറയും. അത് ഈ ഒരു നോർമൽ ഫിസിയോളജി കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പം ഒന്നും കഴിക്കാറില്ല, അങ്ങനെ മാസങ്ങൾ വർഷങ്ങൾ പോയി കഴിയുമ്പോൾ മസിൽ ലോസ്, സാർക്കോപീനിയ എന്ന് പറയും. മസിൽ ലോസ് വരുമ്പോൾ എന്ത് പറ്റും? നടക്കാൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങും. നടക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് പറ്റും? വീഴാനുള്ള ചാൻസ് കൂടും. വീഴുമ്പോൾ എന്ത് പറ്റും? എല്ല് പൊട്ടും. എല്ല് പൊട്ടുമ്പോൾ എന്ത് പറ്റും? കിടപ്പാവും. കിടപ്പാകുമ്പോൾ എന്ത് പറ്റും? ന്യൂമോണിയ വരും, യൂറിനറി ഇൻഫെക്ഷൻ വരും, സോഡിയം കുറയും, ബെഡ് സോർ വരും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പോവും. അപ്പോൾ മെയിൻറ്റെയിൻ ഫങ്ഷൻ ഫോർ ആസ് ലോങ് ആസ് പോസിബിൾ, ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇതാണ് ഗോൾ ഓഫ് ജെറിയാട്രിക് കെയർ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, എല്ലാ അമ്മമാരും ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ ഇതെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ആയിരിക്കും മിക്ക അമ്മമാരും കുട്ടികൾക്ക് കൊടുക്കുക.
അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു വശത്ത് എത്തുമ്പോൾ മക്കള് അച്ഛനും അമ്മമാർക്ക് ഈ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഭക്ഷണം അപ്പം അവരുടെ അടുത്ത് ചോദിക്കുക, എന്താ അച്ഛന് കഴിക്കാൻ തോന്നുന്നത്, എന്താ അമ്മയ്ക്ക് കഴിക്കാൻ തോന്നുന്നതെന്ന് ചോദിക്കുക. അപ്പം മിക്കവരും പറയും ജിലേബി, ലഡു അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും. അപ്പോൾ മെയിൻ ഫുഡായിട്ട് കൊടുത്തില്ലെങ്കിലും ഇടയ്ക്ക് ഒരു കാരണം എല്ലാവരും ഒരു തരം ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇനി ഇനി എൻ്റെ ജീവിതം എല്ലാം തീർന്നു, ഇനി ഷുഗറൊന്നും കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു ട്രാപ്പായിപ്പോയ ഫീലിങ്ങിൽ ഇരിക്കുന്ന പോലെ ഒരു മക്കളുടെ അണ്ടറിൽ ഒന്നും കഴിക്കാൻ പറ്റാത്ത കഴിക്കാൻ അവസ്ഥ. പറ്റാതെ സ്ട്രിക്റ്റ് ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലത്തെ ഒരു റോൾ റിവേഴ്സൽ എന്ന് പറയും. പണ്ട് ഈ മക്കൾ ചെറുതായിരുന്നപ്പോൾ അച്ഛനമ്മയാണല്ലോ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി, വലുതായി കഴിയുമ്പോൾ അച്ഛനും അമ്മയും അവർ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ അവിടെ വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ജെറിയാട്രിക് ഡിപ്രഷൻ വളരെ വളരെ അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒരു കാരണം ലോൺലിനെസ്സും ഡിപ്രഷനും ആയിരിക്കാം. അത് സ്ക്രീൻ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ജെറിയാട്രിക് കോപ്പിയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഡിപ്രഷൻ സ്ക്രീനിങ് ആണ്. അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ടോ ഡോക്ടർ? അതാ പറഞ്ഞ് അവർ ഡിപ്രഷൻ എന്നും പറഞ്ഞ് വരുമ്പോൾ ഡിപ്രഷൻ പറഞ്ഞായിരിക്കില്ല വരുന്നത്, വിശപ്പൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ല, പറയാതെ പറയുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അത് സ്ക്രീൻ ചെയ്യുമ്പോൾ മാത്രമേ അത് പുറത്ത് വരുള്ളൂ. അപ്പം മരുന്ന് കഴിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം കണ്ടുപിടിക്കുകയും അത് ഒരു മരുന്ന് കഴിക്കേണ്ട അവസ്ഥയാണെങ്കിൽ അങ്ങനെ, കൗൺസിലിംഗ് വേണ്ടതാണെങ്കിൽ അങ്ങനെ. പക്ഷേ അറിയാതെ, കാരണം പ്രായത്തിൻ്റേതായ ക്ഷീണം എന്നും പറഞ്ഞായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ അതുപോലെ തന്നെ ചില തൈറോയ്ഡ് അസുഖങ്ങൾ കാരണം ഇതേ ഇഷ്യൂസ് വരാം. അപ്പോൾ അത് കണ്ടെത്തുകയും അതിന് വാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. അല്ലാതെ പ്രായത്തിൻ്റേതായ ക്ഷീണം, പ്രായത്തിൻ്റേതായ വിശപ്പില്ലായ്മ എന്ന് പറഞ്ഞതിനെ തള്ളാതെ അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്സ് നമ്മളെപ്പോഴും ജെറിയാട്രിക്സിനെ പറ്റി പറയുമ്പോൾ ടെൻഡർ ലവിങ് കെയർ, സിമ്പതി, അതൊക്കെയാണ് പറയാറ്. അതിനൊരു സയൻസ് ഉണ്ട്. ഒരിക്കലും ഡിസ്കസ് ചെയ്യാതെ പോകുന്നത് ജെറിയാട്രിക്സിൻ്റെ സയൻസാണ്. ആ സയൻസ് ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് വന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ സൊസൈറ്റി പോകാൻ പറ്റുള്ളൂ. ജെറിയാട്രിക് ഡിപ്രഷൻ മറികടക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം? അവര് എങ്ങനെയാണ് അവരെ കൗൺസിലിംഗ് ചെയ്യുന്നത്? ജെറിയാട്രിക് ഡിപ്രഷൻ മറികടക്കുന്നതിന് മുന്നേ ആദ്യം ജെറിയാട്രിക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് അറിയണം. 2, അവരെ അറിയണം. ഓരോരുത്തരുടെയും അവസ്ഥ ഓരോ പോലെയാണ്. അപ്പോൾ ആ ആളെ അറിഞ്ഞ്, അവരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ്, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതനുസരിച്ചുള്ള, അപ്പോൾ അവിടെ ഒരു മേജർ ഇഷ്യൂ ചിലപ്പോൾ പർപ്പസ് ഇൻ ലൈഫ് ആയിരിക്കും, ലോൺലിനെസ് ആയിരിക്കും. അപ്പോൾ ഒരു പർപ്പസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് മറികടന്ന് വരുമായിരിക്കും. പക്ഷേ അപ്പോൾ ചിലപ്പോൾ മക്കളെ കൗൺസിൽ ചെയ്യേണ്ടി വരും. അത്ര എളുപ്പമല്ല. അതൊരു പേഴ്സൺ ടു പേഴ്സൺ പേഴ്സണലൈസ്ഡ് കെയർ പ്ലാൻ എന്ന് പറയും. എല്ലാം ഒരു ക്യാപ്സ്യൂൾ പോലെ കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഷുഗറിന് ഇത്രയും മരുന്നുകൾ കൊടുത്താൽ ഷുഗർ കൺട്രോൾ ആവും. പക്ഷേ ഈ രോഗിക്ക്, അതൊരു ഓൾഡർ അഡൾട്ടിന് ആ ഷുഗർ കൺട്രോൾ മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം. ആ സോഷ്യൽ ആസ്പെക്റ്റും സൈക്കോളജിക്കൽ ആസ്പെക്റ്റും, ഇതിനാണ് കോംപ്രഹെൻസീവ് ജെറിയാട്രിക് അസസ്മെൻ്റ് എന്ന് നമ്മൾ പറയും. അതൊരു ബ്ലഡ് ടെസ്റ്റ് അല്ല. നമ്മളിപ്പം സ്ഥിരം കേൾക്കാറുണ്ട്, അച്ഛനും അമ്മയും ഇപ്പം മക്കൾ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ അച്ഛനമ്മയും കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു ഫുൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് അങ്ങോട്ട് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം നോർമലാണ്, പക്ഷേ ക്ഷീണം മാറിയിട്ടില്ല. ഇത്രയും പൈസ കൊടുത്ത് ചിലവാക്കിയിട്ട് ഒരെണ്ണത്തിൽ പോലും കുഴപ്പമില്ല, അതും ഒരു വിഷമമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് കോംപ്രഹെൻസീവ് ജെറിയാട്രിക് അസസ്മെൻറ്റ് ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പോളിഫാർമസി അസസ് ചെയ്യും, മരുന്നുകളുടെ റിക്കൺസിലിയേഷൻ കൊണ്ടുവരും, വീഴ്ച ഫോൾസ് റിസ്ക് അസസ് ചെയ്യും, ഡിപ്രഷൻ സ്ക്രീനിങ് ചെയ്യും, ഡിമെൻഷ്യ സ്ക്രീനിങ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ കെയർ ഗിവർ ബേർഡൻ അസസ് ചെയ്യും. ഇപ്പോൾ ഒരാൾ കിടപ്പാണെങ്കിൽ അയാളുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ആ കെയർ ഗിവറാണ്. അത് ചിലപ്പോൾ ഒരു ഫോർമൽ കെയർ ഗിവർ ആയിരിക്കും, അതായത് പെയ്ഡ് കെയർ ഗിവർ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ അത് പലപ്പോഴും ഒരു റിലേറ്റീവാണ്. അപ്പോൾ ചിലപ്പോൾ മരുമകളായിരിക്കാം, ഭാര്യയായിരിക്കാം, അവർ ലോക്ക്ഡാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കെയർ ഗിവർ ബേർഡൻ അതൊരു മേജർ ഇഷ്യൂ ആണ് ജെറിയാട്രിക്സിൽ. അപ്പോൾ കെയർ ഗിവർ ബേർഡൻ അസസ് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം, അവരുടെ ആരോഗ്യത്തെ, അപ്പോൾ അവരെയും കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ പീഡിയാട്രിക്സിൽ കുട്ടിയെക്കാട്ടിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് കുട്ടിയുടെ അമ്മയും അച്ഛനോടാണ്. ഇവിടെ രോഗിയോട് സംസാരിക്കുന്നതിനൊപ്പം അവരുടെ കൂടെയുള്ളവരോടും സംസാരിക്കേണ്ടി വരും. കാരണം അവരുടെ സ്ട്രെസ്സും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ മക്കളുടെ ഇപ്പോൾ കൂടെ വന്ന് നിൽക്കണമെന്ന് പറയുന്നത്, നമുക്ക് നിങ്ങളും കൂടെ നിൽക്കണം, ലോൺലിനെസ് മാറ്റണമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മക്കൾ പലപ്പോഴും അതിന് വില്ലിങ് ആവില്ല. വില്ലിങ് ആവാത്തോണ്ടാവണമെന്നില്ലാന്നേ. നമ്മളെല്ലാവരും ഓരോ ജീവിത സാഹചര്യത്തിൽ അവരവരുടെ ജോലി സംബന്ധമായിട്ടാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് കോഴ്സിൻ്റെ പല സ്റ്റേജസിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതായത് ഇതിന് മുന്നേ അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആളാണ് ഈ 80 വയസ്സുകാരൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ഉൾക്കൊണ്ട് കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിട്ട് എങ്ങനെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാം, അത് ഓരോ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അതൊരു പഞ്ചായത്തിലോട്ട് പോകാം, അതൊരു ഡിസ്ട്രിക്റ്റിലോട്ട് പോകാം, അതൊരു സ്റ്റേറ്റിലോട്ട് പോകാം, അതൊരു നേഷൻ വൈഡ് പോകും.
ഹോൾ വേൾഡിൽ. അപ്പോൾ അങ്ങനെ ഒരു ലാർജർ പിക്ചർ കണ്ടാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ഏജിങ്, ഹെൽത്തി ലിവിങ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഹെൽത്തി ലിവിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഈ സന്ധിവേദനയൊക്കെ മാറ്റാൻ, എല്ല് തേയ്മാനമൊക്കെ മാറ്റാൻ നമുക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് പോലെ തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്രായമായവർ? വ്യായാമം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തായാലും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ വീഴ്ചയാണ്. വീഴ്ചയാണ് ഒന്നാമത്തെ കാര്യം. വ്യായാമം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഴാൻ പാടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ കറക്റ്റ് ആക്കിയിട്ടേ വ്യായാമം ചെയ്യാവുള്ളൂ. മൂവ്മെൻറ്റ് ഈസ് മെഡിസിൻ എന്നാണ് പറയുന്നത്. അതായത് ഏത് പ്രായത്തിലാണെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ജിമ്മിൽ പോകണമെന്നോ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, കാലും മുട്ടിന് നല്ല തേയ്മാനമുണ്ട്, നടക്കാൻ വേദനയാണ്, ഇരുന്നുള്ള ചെയർ എക്സസൈസസ് ചെയ്യാം. അപ്പം അങ്ങനെ കൈയും കാലും അനങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ജെറിയാട്രിക്സിലോട്ട് നമ്മൾ വരുമ്പോൾ എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്, ഓരോരാളുടെ ഒരു വ്യക്തിക്ക് അനുസരിച്ചായിരിക്കും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കിടപ്പായ രോഗിക്കാണെങ്കിൽ പോലും ആളുടെ കൈയും കാലും കെയർ ടേക്കർ അനക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ തന്നെ ദാറ്റ് വിൽ ആക്ച്വലി ഇമ്പ്രൂവ് ഹിസ് ഹെൽത്ത്. കാരണം മസിൽ പോവും. ജീവിതം നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഫ്ലാറ്റ് അബ്ഡമനെക്കാട്ടിലും മസിൽ മാസ് ഉണ്ടാവണം. മസിൽ മാസ് ഉണ്ടാവണമെങ്കിൽ മൂവ്മെൻ്റ് ഉണ്ടാവണം. മസിൽ മാസ് പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മസിൽ മാസ് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കുറയുന്നു എന്ന് പറയുന്നതിൽ ആദ്യം പോകാൻ പോകുന്നത് ഈ മസിലാണ്. അപ്പോൾ ഈ മസിൽ മാസിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതേപോലെ ന്യൂട്രീഷനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും. അപ്പോൾ ഭക്ഷണം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കണം. കാരണം കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ ഒരു അവസ്ഥയാണ് മൂത്രശങ്ക. മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, മൂത്രം ഒഴിച്ചു പോകുന്ന അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് ശരിക്കും ഉണ്ടാവുന്നത്? യൂറിനറി ഇൻകോണ്ടിനൻസ്. ഇതിന് ഒരു ഫിസിക്കൽ മെഡിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, പക്ഷെ ഒരു സോഷ്യൽ ആസ്പെക്റ്റും കൂടെ ഉണ്ട്. നമുക്ക് ഉണ്ടായിരുന്ന ഒരു രോഗിയാണ്. ആള് വളരെ ആക്റ്റീവായിട്ട് ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലും പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. ബട്ട് യൂറിനറി ഇൻകോണ്ടിനൻസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് പോകുന്നത് മടിയായി തുടങ്ങി. മൂത്രം പോയാൽ സ്മെല്ല് വരും. അപ്പോൾ അത് ആൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി, ഒന്നും പുറത്ത് പോവാതെയായി, ലോൺലി ആയി. അപ്പോൾ ആ ക്ഷീണം എന്നൊക്കെ പറഞ്ഞാണ് ആക്ച്വലി ഒ പിയിൽ വന്നത്. ഒ പി വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയാം ഇതാണ് കാരണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും സ്ത്രീകളാകുമ്പോൾ ഇത് പുറത്ത് പറയാൻ മടിക്കുകയും ചെയ്യും. അപ്പോൾ യൂറിനറി ഇൻകോണ്ടിനൻസ് പ്രായമാവുമ്പോൾ ഉണ്ടാവാവുന്നൊരു കാര്യമാണ്, മസിലിൻ്റെ വീക്ക്നെസ് ഒക്കെ വരുന്ന കാരണം. പക്ഷേ എല്ലാം അങ്ങനെ പ്രായമായതിൻ്റേതല്ല. പല ടൈപ്പ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ട്. ഇപ്പോൾ ആണുങ്ങളിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങൾ കാരണം മൂത്രശങ്ക ഉണ്ടാവാം. ന്യൂറോളജിക്കൽ പ്രശ്നം കാരണം നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും, അപ്പം തന്നെ പോയില്ലെങ്കിൽ പോവാന്ന് പറയും. ഇപ്പോൾ സ്ട്രോക്ക് വന്നവർക്കുണ്ടാവാം. അപ്പോൾ ഓരോ വ്യക്തിക്കും ഇതെന്തുകൊണ്ടുണ്ട്. ചിലപ്പോൾ ചില മരുന്നുകൾ കഴിക്കുന്ന കാരണം, ഇപ്പോൾ മൂത്രം കൂടുതൽ, ഇപ്പോൾ ചില കിഡ്നിയുടെ അസുഖമുള്ളവരും ഹാർട്ടിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ മൂത്രം കൂടുതൽ പോകാനുള്ള, നീര് കുറയാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. അതിൻ്റെ ഡോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ശരിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ രാത്രി മൊത്തം മൂത്രം ഒഴിക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ അതും എഗെയിൻ അതിൻ്റെ കാരണം അനുസരിച്ച് അതിന് ചികിത്സ ചെയ്ത് കഴിയുമ്പം അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് അവരുടെ ആ സിംറ്റം മാത്രമല്ലാന്നേ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ മൂത്രം ഒഴിക്കേണ്ടി വരും എന്നുള്ള പേടി കാരണം പുറത്തൊന്നും പോവില്ല, കല്യാണത്തിന് പോവില്ല, നാട്ടുകാരെ കാണാൻ പോവില്ല, അപ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടും. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒരെണ്ണം അടുത്തതിലോട്ട് ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. ഒരു ജെറിയാട്രിക് സിൻഡ്രോം ഇതെല്ലാം ആ ചെയിനിലോട്ട് കയറും. ആ ഒരു ലോൺലെസ് ആയി, പിന്നെ അതായി, അങ്ങനെ 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 അത് ലോൺലി ആയി, നടക്കുന്ന മസിൽ കുറഞ്ഞപ്പോൾ വീഴ്ചയായപ്പോഴത്തേക്ക് വീണ്ടും അഡ്മിറ്റ് ആയപ്പോൾ ഡെലിറിയം ഉണ്ടായപ്പോൾ സോഡിയം കുറഞ്ഞു, അങ്ങനെ ഒരു സൈക്കിളിൽ പോകും. മാം, എപ്പോഴാണ് നമ്മളൊരു ജെറിയാട്രിക്സിനെ കാണേണ്ടത്? എപ്പോഴാണ് ശരിക്കും? ഒരു ജെറിയാട്രിഷനെ കാണണം എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടോ, ഇപ്പം ഒരു 6 മാസത്തിലിടയ്ക്ക് വീഴാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴുമോ എന്നുള്ള പേടിയുണ്ടോ, അല്ലെങ്കിൽ വീണിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ കാണണം. രണ്ടാമത്തേത് ഉറക്കക്കുറവുണ്ടോ, നമുക്ക് ഉറക്കം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജെറിയാട്രിഷനെ കാണണം. 2-3 സ്പെഷ്യലിസ്റ്റിനെ കാണുന്ന ഒരാളാണെങ്കിൽ അപ്പോഴും നമ്മളൊരു ജെറിയാട്രിഷനെ കണ്ട് മരുന്നൊന്ന് ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഒരു ഭാരം കുറയുക എന്നൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും
ജെറിയാട്രീഷ്യനെ കാണണം. പിന്നെ ഏറ്റവും ഉള്ളത് മറവി. നമ്മളീ പറഞ്ഞ പോലെ എല്ലാ മറവിയും ഡിമെൻഷ്യ അല്ല. പക്ഷെ ആ മറവീനെ നമ്മളൊന്ന് നോക്കണം, എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. അപ്പം മറവി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജെറിയാട്രീഷ്യനെ കാണണം. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരിക്കണം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്ക് മറവി സംഭവിക്കുന്നുണ്ടോ? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ 5-ൽ കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? 3-ൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളെ കാണുന്നുണ്ടോ? മൂത്രം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? ക്ഷീണം ഉണ്ടാവുന്നുണ്ടോ? വെയിറ്റ് കുറയുന്നുണ്ടോ? കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളൊരു ജെറിയാട്രീഷ്യനെ കണ്ട് ജെറിയാട്രിക് അസസ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പോയ ഒരു പ്രശ്നമായിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ജെറിയാട്രിക് സിൻഡ്രോംസും തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അതിനൊക്കെ വേണ്ട പ്രതിവിധി ചെയ്ത് നമുക്കൊരു ഹെൽത്തി ലിവിങ്, ഒരു പേഴ്സൺ സെൻറ്റേർഡ് പേഴ്സണലൈസ്ഡ് കെയർ പ്ലാൻ ഉണ്ടാക്കി ആ രോഗിയോട് ചേർന്നിരുന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ ചെയ്യാനും അവരുടെ ഒരു ചങ്ങാതിയായിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്കുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഒരു ജെറിയാട്രീഷ്യന് കഴിയും. പിന്നെ ഇതിൽ നമ്മൾ ജെറിയാട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഡോക്ടറിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് കാണുന്നത് നമുക്ക് സമയമാണ്. നമ്മൾ ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ കാണുമ്പോൾ സമയം തികയുന്നില്ല എന്നൊരു പരാതിയാണ് മിക്ക പേഷ്യൻസിനും ഉള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് കൊടുക്കേണ്ടതും സമയമാണ്, ഡോക്ടറിൻ്റെ സമയമാണ്. കാരണം ഒരിക്കലും നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കലും ഒരു 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒന്നും നമുക്ക് അവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമയമാണ് ഈ പേഷ്യൻസിൻ്റെ അടുത്ത് കുറച്ചുകൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് ആ ഡോക്ടർക്ക് എന്നെ അറിയാം, എൻ്റെ അസുഖത്തെ അറിയാമെന്നല്ല, എന്നെ അറിയാം എന്നുള്ള ആ ഒരു വിശ്വാസം, അത് അവരെ ഒരു എന്താ പറയുന്നത്, ആ ഒരു ബോണ്ട് ഉണ്ടാവാൻ സഹായിക്കും. അങ്ങനെ ഒരു ബോണ്ട് വേണം, എന്താ പറയുക, പേഷ്യന്റും ഡോക്ടറും തമ്മിൽ. തീർച്ചയായിട്ടും. ഇപ്പൊ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ജെറിയാട്രിക് വിഭാഗത്തിൽ നൽകുന്ന സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്? ഇപ്പം അമലയിൽ നമ്മൾ ജെറിയാട്രിക്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ വിഷൻ ഒരു ഏജ് ഫ്രണ്ട്ലി ഹോസ്പിറ്റലാണ്. അതായത് ഒരു പ്രായമായ ഒരാൾ അമലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ടേക്ക് കെയർ ചെയ്യണം. അത് ജെറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി അവയർനെസ് വേണം. അതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് അമല വയോസൗഖ്യം. അതെന്താണ് ശരിക്കും അമല വയോസൗഖ്യം എന്നുള്ളത്? അതായത് അമല ഒരു മെഡിക്കൽ കോളേജാണ്. അപ്പം നമ്മൾ ആ ഒരു മെഡിക്കൽ കോളേജ് കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്വപ്നമാണ്. നമ്മുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും, ഗവൺമെൻറ്റും പ്രൈവറ്റും, നമുക്ക് 30ഓളം അതിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകളുണ്ട്, ചെയ്യാൻ കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അമല വയോസൗഖ്യം എന്ന് പറഞ്ഞാൽ 1 അമല ഫോർ സീനിയർ ഹെൽത്ത്. അതായത് ഒരു രോഗി ആശുപത്രിയിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിന്ന് ആ എൻട്രൻസിൽ കാണുന്ന സെക്യൂരിറ്റി മുതൽ അവിടെ വന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ, ഒ പി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റും ആയിക്കോട്ടെ, അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും അവിടെ നിന്ന് തിരിച്ചിറങ്ങി അവരെ കൊണ്ട് വീൽ ചെയറിലോ അല്ലെങ്കിൽ കാറിലാക്കുന്നത് വരെ നിൽക്കുന്ന ആ ചേച്ചി ഉൾപ്പെടെ അവരെല്ലാവരും ജെറിയാട്രിക് പ്രിൻസിപ്പിൾസ് അറിയുകയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവുകയും അതിലൊക്കെ ട്രെയിൻഡ് ആവുകയും ചെയ്ത് എല്ലാവരെയും ഒരു ഇത് അറിഞ്ഞുകൊണ്ട് സയൻസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പല പദ്ധതികളുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ. നമ്മുടെ കരിക്കുലത്തിൽ 2018 ബാച്ച് മുതൽ നമ്മുടെ അമലയിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് ജെറിയാട്രിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ NMCയുടെ പുതിയ കരിക്കുലം വന്നപ്പോൾ അതിൽ ജെറിയാട്രിക്സ് ഉണ്ടെങ്കിലും ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് വരണമെങ്കിൽ ഒരു അഡ്വക്കസി ഉണ്ടാവണം. ആരെങ്കിലും ഇതിനു വേണ്ടി സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി ഞാൻ സംസാരിക്കുന്നത് പ്രായമായവരുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, എനിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഞാൻ പ്രായമാകുമ്പോൾ എന്നെ ഏജ് ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾ നോക്കണമെങ്കിൽ അവർ അതിന് ട്രെയിൻഡ് ആവണം. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസിനുള്ള ട്രെയിനിങ്, നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള ട്രെയിനിങ്, നഴ്സസിനുള്ള ട്രെയിനിങ്, ഡോക്ടേഴ്സിനുള്ള ട്രെയിനിങ്, സ്റ്റാഫിനുള്ള ട്രെയിനിങ്, അവരുടെ കുടുംബങ്ങൾക്കുള്ള വ്യത്യാസങ്ങൾ. പിന്നെ ഇപ്പോൾ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം ഉണ്ട് കമ്മ്യൂണിറ്റി മെഡിസിനിൽ. അവിടെ ഇപ്പോൾ കുട്ടികൾ ഒരു 5 ഫാമിലി അഡോപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ കുട്ടികൾ തന്നെ ജെറിയാട്രിക്സ് അറിഞ്ഞു പോകുമ്പോൾ അവിടെയുള്ള പ്രായമായവരുടെ കണ്ടീഷൻസ് അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ് അമല വയോസൗഖ്യം. ഇത് എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കേരളം ഒരു വയോസൗഖ്യമായി മാറും അല്ലേ? വയോസൗഖ്യം എന്ന് പേരിട്ടേക്കാൻ കാര്യം ഹീലിംഗ് ആണ്. ക്യൂറിങ് അല്ല, ട്രീറ്റിംഗ് അല്ല, ഹീലിംഗ് ആണ്. ആ ഹീലിംഗ് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ്.
ഈ ഒരു സ്വപ്ന പദ്ധതി അമലയെപ്പോലെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലും വന്നാൽ അതൊരു വലിയ കാര്യമായിരിക്കും. നമ്മളെല്ലാവരും വയസ്സാവുമ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ ടേക്ക് കെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. വാർദ്ധക്യത്തിലെ ബാല്യം കാത്തുസൂക്ഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജെറിയാട്രിക്സ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, തൃശൂർ.